ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കൊല്ലംകോട് നിന്ന് നേരെ തിരിച്ചത് തമിഴ്നാട്ടിലെ ഒരു കുന്നിൻ പ്രദേശമായിട്ടുള്ള വാൽപ്പാറയിലേക്കാണ്. ഏഴാം സ്വർഗമെന്നും ഈ വാൽപ്പാറ അറിയപ്പെടുന്നുണ്ട്. കാരണം പ്രകൃതി സ്നേഹികൾക്ക് എന്നും ഇതൊരു പറദീസ തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയും കൂടാതെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളും പച്ചപ്പാർന്ന പ്രകൃതിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ വാൽപ്പാറ. അപ്പൊ ഗൈസ്, നമുക്ക് വാൽപ്പാറയിലെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അങ്ങനെ കൊല്ലംകോടിലെ അതിമനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഇതാ വാൽപ്പാറയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതുപോലെ പച്ചപ്പാർന്ന മരങ്ങളും ഇടതൂർന്ന വനങ്ങളുള്ള നല്ല ഭംഗിയുള്ള റോഡുകളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ്, കൊല്ലംകോടത്തെ യാത്രാവിശേഷങ്ങളൊക്കെ ഇതിനു മുന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ പെട്ടെന്ന് പോയി കാണണേ. അങ്ങനെ ഞങ്ങൾ ടീംസ് മൊത്തം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണ് അടുത്ത കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴികളൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ രണ്ട് സൈഡിലും കാണുന്ന മരങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഈ റോഡിനെ ഇത്ര ഭംഗിയുള്ളതാക്കി തീർക്കുന്നത്. മലനിരകൾ കണ്ടില്ലേ, അങ്ങോട്ടാണ് ഞങ്ങളെ ഇനിയുള്ള യാത്ര. നിങ്ങൾ ആനവാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിട്ടോ. ഇവിടെ തന്നെ ടൈഗർ റിസർവ് സെന്റർ ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ അവിടെ കയറിയിട്ടില്ലായിരുന്നു. കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാല് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇവിടുന്ന് പിന്നീടുള്ള യാത്ര തുടങ്ങിയത്. ഒന്നിനൊന്ന് മെച്ചമെന്നല്ലാതെ എന്താ പറയലേ. കാഴ്ചകൾ കാണാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ കാടും പുഴയും മലയും ഒക്കെ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ തരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഏനി. പ്രകൃതിയെ സ്നേഹിക്കാൻ മനസ്സില്ലാത്ത ആരുണ്ടാവാലേ. അങ്ങനെ മനസ്സുള്ളവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാട്ടോ ഈ വാൽപ്പാറ. കാരണം എന്താ വെച്ചാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കണ്ണിൽ കാണുന്നത് ഫുള്ളിതാ ഈ പച്ചപ്പാണ്. ഈ പച്ചപ്പ് കണ്ട മനസ്സിന് സന്തോഷം കിട്ടാത്ത ആർക്കല്ലതില്ലേ. അങ്ങനെ സന്തോഷം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വരാട്ടോ. അങ്ങനെ നമ്മളിപ്പോഴത് വാൽപ്പാറ ചുരത്തിലാണ് കേട്ടോ. 40 ഹെയർപിൻ ബണ്ടുകളുള്ള നല്ലൊരു അടിപൊളി ചുരം തന്നെയാണ് ഈ വാൽപ്പാറ ചുരം. നമ്മൾ നേരത്തെ കണ്ടില്ലേ വലിയ മലനിരകൾ, ആ മലനിരകളിലൂടെ കേട്ടോ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വയ്യോരത്ത് നല്ലൊരു പുഴയോരം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് അവിടെ നിർത്തി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും.
ഞങ്ങൾ മക്കളും കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ പെറുക്കിയെടുത്ത് വണ്ടി കയറി. കാരണം ഞങ്ങൾ അടുത്ത ലക്ഷ്യം മലക്കപ്പാറ ഫോറസ്റ്റ് ആയിന്. കുറച്ചും കൂടി അങ്ങ് വൈകി പോയിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള എൻട്രി വളരെ കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിട്ടോ. ഈ കണ്ട കാഴ്ചകളൊക്കെ കാണുമ്പോൾ തോന്നും നമ്മൾ മുമ്പേ കണ്ടതിന്റെ ഒക്കെ ആവർത്തനാണല്ലോ എന്ന്. പക്ഷെ ഉണ്ടല്ലോ, ഓരോ കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ സമയത്തും പുതിയ പുതിയ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് തരുന്നത് ഈ സ്ഥലങ്ങൾ മാത്രല്ല കേട്ടോ, നമ്മളെ കൂടുള്ളവരും കൂടിയാ. കാരണം അവർക്ക് പറയാനുണ്ടാവും ഒരുപാട് കഥകളും, മുമ്പ് പോയതും ഇനി പോവാനിരിക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ആ കഥകളൊക്കെ കേട്ടോണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാൻ ഒത്തിരി രസമാണ്. അങ്ങനെ പറഞ്ഞ് നമ്മളിതാ ഇപ്പൊ ഷോളയാർ ഡാമും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തിയിട്ട് ഇവിടൊക്കെ ഒന്ന് കണ്ടോണ്ട് പോകാനായിരുന്നു ഞങ്ങളെ പ്ലാന്. ആ പ്ലാൻ എന്തായാലും നടന്നില്ല. കാരണം വെച്ചാൽ മക്കളും കുട്ടികളൊക്കെ ഇറങ്ങിയേനു. അതുകൊണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രം അവിടെ ഇറങ്ങി കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നിട്ടോ. വലുതായിട്ടൊന്നും കാണാനില്ല. ഇതാ ഈ ഒരു വ്യൂവും പിന്നെ ഇതിന്റെ താഴെ കൂടെ വെള്ളം പോകുന്നതൊക്കെ ഉള്ളു കാണാന്. അത് തന്നെ നല്ല ഭംഗിയുണ്ടേ കേട്ടോ. അങ്ങനെ ഇക്കണ്ട കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളെ യാത്ര മുന്നോട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങളെ യാത്രയിലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മലക്കപ്പാറ അതിരപ്പള്ളി ഫോറസ്റ്റിന്റെ എൻഡയിലാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്. നല്ല കോട ഇറങ്ങി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തിയത് നല്ല ഈവനിങ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കോടൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇജാന് തണുപ്പ് അടിച്ചതാ ഉറങ്ങണ്. അതിന്റെ ഇടയിൽ ഋതുമോളാണെങ്കിൽ ചെറിയൊരു അട്ടാണ്ട് കടിച്ച് ഓളാണെങ്കിൽ പേടിച്ചാർക്കാനും തുടങ്ങി. മൂത്ത അവസാനം ഒരു ലൈറ്ററൊക്കെ വെച്ചുകാണ്ട് ആ അട്ടനങ്ങ് പുറത്തടിച്ച്. അതുവരെ ഓൾ ഒരു സമാധാനം നമുക്ക് തന്നിട്ടില്ല. മന്നാർ പറത്തോണ്ടിരിക്കേനു. അങ്ങനെ അതൊക്കെ കണ്ട് ചിരി എടുക്കാനാവാണ്ട് ഞങ്ങളിതാ ഈ ഫോറസ്റ്റിലേക്ക് അങ്ങോട്ട് എൻട്രി ആയപ്പോ തൊട്ട് ഞങ്ങളെ എല്ലാവരുടെ കണ്ണും 4 ഭാഗം നിരീക്ഷണത്തിലാണ് കേട്ടോ. കാരണം ഈ ഒരു കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു കൊല കൊമ്പൻ ആനയാണ്. ആ ആനനെ കാണാതെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേനു. എന്നാ പിന്നെ അങ്ങനെ ഒരു ആന ഇപ്പൊ കാണുന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പോക്കിലൊക്കെ ഒരു പാറക്കല്ല് കണ്ടാൽ പോലും ഞങ്ങൾ നിർത്തിട്ടോ. കാരണം അത് ആനാണെങ്കിലോ അത്രക്കും ആന കാണാനുള്ള മോഹത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. കാരണം ഇതിന്റെ മുന്നേ ആന കാണാത്തോണ്ടല്ല, ഓരോ യാത്രയിലും വേറെ വേറെ ആന കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു വഴികളിലൂടെ ഒക്കെ പോവാൻ നല്ല രസേനു. ഓരോരുത്തർ അനുഭവങ്ങളും കാഴ്ചകളൊക്കെ പറഞ്ഞ് ചിരിക്കലും. അതുകൂടാണ്ട് തന്നെ ഇനിടാ അവിടെ അത് കാണാം, ഇവിടെ ഇത് കാണാം, പുലി വന്നാൽ എന്ത് ചെയ്യും, ആന വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് 100 ക്വസ്റ്റ്യൻസും അതൊക്കെ കേട്ടുകൊണ്ട് നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ നമ്മൾ കണ്ട കാഴ്ചകളും നമ്മൾ കണ്ട മൃഗങ്ങളൊക്കെ ഇങ്ങളും കണ്ടോളി. നമ്മളിതാ ഒരു മാനിനെ പോലത്തെ ജീവിനെ കണ്ട്. മാനിനെക്കാട്ടും നല്ല തടിയും വലിപ്പുണ്ടേനു. ഇതിന്റെ പേര് അറിയുന്നവര് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. മുത്താപ്പ പറഞ്ഞത് ഇതിന്റെ പേര് മാവ് എന്നാണ്. എന്നാ പിന്നെ അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ അതാ ഇങ്ങനെ കുറേ പോത്ത. ഇതിപ്പോ പോത്തായതുകൊണ്ട് നമ്മളിങ്ങനെ വണ്ടി മുന്നിൽ ഇങ്ങനെ നിർത്തിക്കൊടുത്ത് ആനാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യല്ലേ, ഇങ്ങനൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് നമ്മളിതാ മുന്നോട്ട് പോകാൻ തുടങ്ങിട്ടോ. മുന്നോട്ട് പോകും തോറും പോത്തിന്റെ എണ്ണം കൂടി വരാന്നല്ലാണ്ട് കുറഞ്ഞു വരുന്നില്ലേനു. എന്നാ പിന്നെ ഓരോക്കൊക്കെ ഒന്ന് വഴിമാറി തന്നില്ലെന്ന് പറഞ്ഞപ്പോ ഒരു വരിയായിട്ടുണ്ട് വഴിമാറി തന്നു ചെയ്തു. എന്നാ പിന്നെ അതിന്റെ സൈഡ് കൂടെ നമ്മളാണ്ട് വണ്ടി എടുത്ത് പിന്നെയും മുന്നോട്ട് പോകാൻ തുടങ്ങി. വളരെ ചെറിയ റോഡാട്ടോ. അതും കൂടാതെ ഇരുട്ടും കൂടെ ആയപ്പോ ഞങ്ങൾക്കൊക്കെ ചെറിയൊരു പേടിയായി. കാരണം പെട്ടെന്നൊരു ആന വന്നാലൊക്കെ നമ്മൾ എന്താവും ചെയ്യല്ലേ. അങ്ങനെ പേടിച്ചുകൊണ്ട് ഞങ്ങളെ യാത്ര ഒരുപാട് കഥകളും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ടേനു. ഡേ ടൈമിലാണ് ഈ ഒരു ഫോറസ്റ്റ് നമ്മൾ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വാട്ടർഫാൾസ് കാണാൻ കേട്ടോ. ആ ഒരു വാട്ടർഫാൾസ് നമ്മൾ കണ്ടുപെട്ടതാണെങ്കിലോ ഇതാ ഈ ഒരു രാത്രി. എന്നാലും അത് അതിന്റെ ഭംഗിയിൽ ആർത്തുല്ലസിച്ചുകൊണ്ട് തന്നെ
അതിന്റെ വെള്ളം ഒഴുക്കി വിടുന്നുണ്ടേനി കേട്ടോ. അങ്ങനെ ഈ ഒരു അതിരപ്പള്ളിന്റെ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിക്കുള്ള ഈ ഒരു വാട്ടർഫാൾസ് നല്ല ഭംഗിയുണ്ടേനി. ഇതിന്റെ ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളെ കാഴ്ചയിൽ ഒത്തിരി ആനന്ദം നൽകിനി കേട്ടോ. അത് മാത്രല്ല വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ചടപ്പാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഒത്തിരി നേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഉറങ്ങുന്ന കുട്ടികളൊക്കെ അങ്ങോട്ട് എണീച്ച് അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുൾ ഓണായി. എല്ലാവരും കൂടി ഓണായപ്പോൾ അതിനിടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. കാരണം എന്താരോ, നമ്മൾ ഈ പോണ വൈക്കലുണ്ടല്ലോ ഒരു ആനനെ കണ്ടു. ആ ആന എന്ന് പറഞ്ഞാല് വലിയൊരു ആന. പക്ഷെ ഞങ്ങളുടെ വണ്ടിയിലുള്ള പകുതി ആൾക്കാർ ആ ആനനെ കണ്ടോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബാക്കി വലിയ ആൾക്കാർ കണ്ടില്ല. അപ്പോൾ ഈ വൈക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ കാണാത്തവർക്ക് ഭയങ്കര സങ്കടമാണല്ലോ, നമ്മൾ കണ്ടില്ലല്ലോ എന്ന്. എന്നാ പിന്നെ അമ്മ മൂത്താപ്പ പറഞ്ഞു, ഇതാ ഇക്കണ്ണ ആ ആനനെ കാണാത്തവരൊക്കെ കണ്ടോളൂ, ഞാൻ വണ്ടി വളച്ചു തരാന്ന്. ഇക്കണ്ണ് കുഞ്ഞു റോഡിൽ കൂടെ ആ വണ്ടിയൊക്കെ കഷ്ടപ്പെട്ട് വളച്ച് കണ്ടോളും കാണാത്തവരൊക്കെ ഒന്നും കൂടി ആനനെ കാണാന്ന് വിചാരിച്ച്. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് എന്താരോ ആനനെ പോലത്തെ വലിയൊരു പാറ. പിന്നെ ആ സംശയം എന്തായാലും അവിടെ മാറി കിട്ടിയേ, ആനനെ കണ്ടോ കണ്ടില്ലേ എന്നുള്ള. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറെ മാനിനൊക്കെ കണ്ടിട്ടോ. പിന്നെ ഇതാ ഞങ്ങളെ മുന്നപ്പെട്ടത് ഇതാ ഈ പോത്തും കുട്ടികൾ തന്നെ. ഈ കുട്ടികളെയും കണ്ടോണ്ട് ഞങ്ങളുടെ ആനപ്പൂതി അവിടെ ഉപേക്ഷിച്ചിട്ടോ. പക്ഷെ ഉപേക്ഷിച്ചെന്നൊന്നും പറയാൻ പറ്റൂല. ഇപ്പോഴ പോക്കിലും നമ്മളെ ആഗ്രഹം ഒരു ആനനെങ്കിലും കാണണേന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ആനനെ കണ്ടിട്ടുണ്ടാവോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടേ പറ്റുള്ളൂ അല്ലേ. എന്നാ പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ നമ്മളെ കൂടെ കണ്ടോളിട്ടോ. പിന്നെ ഗൈസ്, നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇക്കാണുന്ന വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാണ്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. അത് മാത്രല്ല നമ്മളെ ഫാമിലിയിലും ഈ ഒരു ചുറ്റുപാടും അന്തരീക്ഷവും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, നമ്മൾ കൂടെ ഇപ്പൊ തന്നെ കൂടിക്കോളി. അതിന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കി പിടിച്ചാൽ മാത്രം മതി. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ കാട്ടിൽ നാട്ടിലെത്തി. ഫുഡ് മുഖ്യമാണല്ലോ. കാരണം ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്ന് വരിഞ്ഞേണ്ടേനി. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അതിന്റെ വിശ്രമത്തിലാണിതാ ഇപ്പൊ ഈ കാണുന്ന എല്ലാ കിടാങ്ങളും. എല്ലാവരും തളർന്ന ആവശ്യമായിട്ടുണ്ടെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നുണ്ടല്ലോ വേറൊരു കാര്യം, ഒരു ആന പ്രശ്നം ഉണ്ടേനില്ലേ, ഞങ്ങൾ ആനയെ കണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇതാ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ആനനെ കാണാൻ ആഗ്രഹിച്ച ഞങ്ങളോ കണ്ടില്ല. എന്നാ എങ്ങളെങ്ക കണ്ടോട്ടെ വിചാരിച്ചിട്ടാ ഈ ആനനെ ഇവിടെ കാണിച്ചത്. കാരണം ഈ ആനനെ നമ്മൾ മുമ്പ് എപ്പോഴുള്ള യാത്രയിൽ പിടിച്ചതാട്ടോ. പിടിച്ചത് മീൻസ് വീഡിയോ എടുത്തത്. അപ്പോൾ ഗൈസ്, ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ആനനെ കണ്ടില്ല എന്നൊന്നും ആരും പറയരുത്. അപ്പൊ ഓക്കെ, ടാറ്റ ബൈ ബൈ. വെയിറ്റ് നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പൊ ഓക്കെ, ശരിക്കും ബൈ ബൈ.